ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിംഗർ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ ഒരു സ്പെഷ്യൽ സോസിൻ്റെ റെസിപ്പി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് നിങ്ങൾ കത്തിയോ അല്ലെങ്കിൽ ഇതിന് സ്പെഷ്യലായിട്ടുള്ളൊരു ഹാമറുണ്ട് ചിക്കനൊക്കെ സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട്, അത് വെച്ചിട്ടായാലും സോഫ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഉള്ളിയൊക്കെ ചതക്കുന്ന ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ അത് സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. ഇത് ചെറിയ പീസായിട്ട് ഇനി ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ഒത്തിരി ചെറിയ പീസസ് അല്ല കേട്ടോ, അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പീസസ് ആയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, അതായത് ചെറുജീരകപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ഹോട്ട് സോസ്, ചില്ലി ഹോട്ട് സോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ക്യൂബിന് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചിക്കൻ ക്യൂബ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 15 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിനായിട്ടൊരു സ്പെഷ്യൽ സോസ് കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസ് ഹോം മെയ്ഡ് ആയിട്ടുള്ള മയോണൈസാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, ആവശ്യമുള്ളവരെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ മയോണൈസിൻ്റെ എഗ്ഗ് വെച്ചിട്ടുള്ളതും എഗ്ലെസ്സും ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ്, അതായത് ചില്ലി ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1-2 പിഞ്ച് ഉപ്പ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പുണ്ടാവും. പിന്നെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു എഗ് മിക്സും കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഈ മൈദ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ആദ്യം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മൈദ ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം പൊടിയൊക്കെ ഒന്ന് കൊട്ടിക്കളയുക. അതിനുശേഷം നമുക്ക് എഗ് മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും മൈദ മിക്സിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ചിക്കൻ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ചിക്കൻ പീസ് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് അമർത്തി തന്നെ മൈദ മിക്സ് ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പീസ് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസുകളും എഗ്ഗിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് മൈദയിൽ 2 വട്ടം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ബർഗറിൽ വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് തക്കാളി ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലെറ്റ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഇതിലേക്ക് ബർഗർ ചീസ് എടുത്തിട്ടുണ്ട്. സ്ലൈസ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ ഒരു ചീസാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. തീ നന്നായിട്ട് കൂട്ടി വെച്ച് തന്നെ ഓയിൽ ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഓയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷമാണ് കേട്ടോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്നും മാറ്റുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ള പീസുകളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ലൈസ് ബർഗർ ബൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്തുള്ള ബണ്ണിൽ നമുക്ക് മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് തക്കാളി, കൂടെ തന്നെ ഒരു പീസ് സവാള. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ വീഡിയോന് വേണ്ടി ഞാൻ ഈ ടൈമിൽ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ചൂടിൽ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്ലൈസ് ചീസ് വെച്ചാലാണ് അത് മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ചൂടിൽ തന്നെ ഞാൻ ചിക്കൻ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബർഗർ ചീസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബർഗർ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലെറ്റ്യൂസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബണ്ണിൻ്റെ മുകളിലുള്ള പീസിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ ചൂടൻ ചിക്കൻ ആയതുകൊണ്ടാണ് ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായത് കേട്ടോ. തണുത്ത ചിക്കനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചീസ് വെച്ചിട്ട് ഓവനിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി. ചീസ് ഇഷ്ടമുള്ളവർക്ക് ഒന്നിൽ കൂടുതൽ ചീസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്, സിംഗർ ബർഗറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിത് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബർഗർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.